കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. ഞാൻ സാദിയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട ഷിഹാബിൻ്റെയും സായിയുടെയും വീഡിയോ. അവർ ഫാസിൽ ബഷീറിനെ വെല്ലുവിളിച്ചിട്ടുള്ള വീഡിയോ ആണ്. അവർ വിചാരിച്ചു അവർ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഫാസിൽ ബഷീർ അങ്ങ് പേടിച്ച് ഓടുന്നു. പക്ഷേങ്കിലും ഫാസിൽ ബഷീർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹം ടൈമും പ്ലേസും ഒക്കെ പറഞ്ഞു. വലിയ സന്തോഷം. ഇനി നമുക്ക് ആ മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കാം. എന്താണെങ്കിലും പുറത്തൊരുപാട് നെഗറ്റീവുകളാണ്. നമ്മുടെ യൂട്യൂബ് തുറന്നാൽ ഷിഹാബിൻ്റെയും അതുപോലെ മുതുകാടിൻ്റെയും വീഡിയോസാണ് കൂടുതൽ കാണുന്നത്. ഇവിടെ പ്രശ്നമുള്ളത് ഷിഹാബിനും പുറത്തുള്ള 5-4 അമ്മമാർക്കുമാണ്. ഈ ഒരു പ്രശ്നം കൊണ്ട് DICയിലുള്ള മുഴുവൻ അമ്മമാരും കുഞ്ഞുങ്ങളും അവിടുത്തെ 150ഓളം സ്റ്റാഫും സങ്കടത്തിലാണ്. അതുപോലെ നമ്മുടെ മുതുകാട് സാറും. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പറ്റി ഒരാൾ ഇല്ലാവചനം പറയുമ്പോൾ, നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? അത്രയേ ഉള്ളൂ. ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അവിടെയുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും സ്റ്റാഫും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ പോയി അവരുടെ സത്യാവസ്ഥ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നെഗറ്റീവിൻ്റെ പിറകെ മാത്രം പോവാതെ ഈ ഒരു സബ്ജക്റ്റ് വിടുക. ഇഷ്ടം പോലെ റീച്ചും വരുമാനം ഒക്കെ ആയില്ലേ? ഇനി ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ. ചെറിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്നുണ്ട്, സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്, നരബലിയുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. പുതിയ പുതിയ സബ്ജക്റ്റിലേക്ക് വരുന്നേ. ഈ ഒരു വിഷയം വിടും. നിങ്ങൾ ഇനിയും ഇത് വിട്ടില്ലെങ്കിൽ, ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അവിടെയുള്ള 200ഓളം അമ്മമാരും കുഞ്ഞുങ്ങളും ആ സ്റ്റാഫുകളും പട്ടിണിയാവും. കാരണം അവിടേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്ന ഡൊണേഷനാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നല്ല മനുഷ്യരുടെ കനിവ് മൂലമാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. പക്ഷേങ്കിലും ഈ നെഗറ്റീവ് സ്പ്രെഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സാധാരണ സഹായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരെന്ത് പറയും? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി ഒന്ന് അറിയട്ടെ, അതിനുശേഷം സഹായിക്കാമെന്ന് പറയും അല്ലേ? സ്വാഭാവികമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാണ്. അതുപോലെ മാജിക് പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുടെ ചെറിയ സഹായങ്ങൾ. അതുകൊണ്ടാണ് ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ലോകത്തിൽ ഫുള്ള് നെഗറ്റീവാണ്. അപ്പോൾ എവിടെ നോക്കിയാലും വീഡിയോസാണ്, ഡെയിലി വീഡിയോസ്, നെഗറ്റീവിൻ്റെ 1000കണക്കിന് വീഡിയോസ്. ആളുകൾ ഇതിനായിട്ട് മെനക്കെട്ട് വേറൊരു ജോലിക്കും വേറൊരു കണ്ടന്റും ഇല്ലാത്ത പോലെ ഈ ഒരു വിഷയം മാത്രമാണ് അപ്പോൾ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ സഹായിക്കണ്ട, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല. ആ സ്ഥാപനം ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ വലിയൊരു സംഖ്യ വേണം. ഏറ്റവും ചുരുങ്ങിയത് 30 ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞല്ലോ, 150ഓളം സ്റ്റാഫ്, അവിടെയുള്ള അമ്മമാർ, കുഞ്ഞുങ്ങൾ, നല്ലൊരു എക്സ്പെൻസാണ്. സോ അവിടേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഡൊണേഷനാണ്. സുമനസ്സുകളുടെ സഹായം. നിങ്ങളിങ്ങനെ നെഗറ്റീവ് വീഡിയോ സ്പ്രെഡ് ആക്കുമ്പോൾ സഹായിക്കാൻ മനസ്സിലുള്ള ആളുകൾ എന്ത് വിചാരിക്കും? ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ, ഇപ്പം സഹായിക്കേണ്ട എന്ന് പറയും. 1 മാസം 2 മാസം 3 മാസമൊക്കെ ചിലപ്പോൾ മുതുകാട് സാറിന് ഈസി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് പരത്തിയിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? നിങ്ങളുടെ വീഡിയോ റീച്ച് ആവും, യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുമാനം ഉണ്ടാവും. പക്ഷെ അപ്പുറത്ത് തകർന്നു വീഴുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്, ജീവിതമാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. എന്താണെങ്കിലും നിങ്ങളെ ഇപ്പോൾ സബ്ജക്റ്റിലുള്ളത് മുതുകാടല്ല, ഫാസിൽ ബഷീറാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഡേറ്റും തന്നു. ഇനി അവിടെ പോയിട്ട് ചർച്ച ചെയ്യുക, സംസാരിക്കുക, തീർപ്പാക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല പോരുവഴി അവസാനിപ്പിച്ച് നല്ല രീതിയിൽ പോകണം. നമ്മളെല്ലാവരും ഒന്നാണ്. വി ആർ വൺ ആൻഡ് വൺ ഫാമിലി. പരസ്പരം സ്നേഹിക്കുക, മനസ്സിലാക്കുക, സഹായിക്കുക. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ജാതി മതഭേദമന്യേ എല്ലാവരെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് പറ്റണം. നമ്മുടെ ഒരു നെഗറ്റീവ് കൊണ്ട് ഒരു സ്ഥാപനം തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ അതുപോലൊരു സ്ഥാപനം പടുത്തുയർത്താൻ എനിക്കോ നിങ്ങൾക്കോ ആർക്കും പറ്റില്ല. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. താങ്ക് യു വെരി മച്ച്.